അരി ചേർക്കാതെ ഒരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയാലോ? ഉലുവ ഈ ചെറിയ കപ്പിന് 2 കപ്പ് ഉലുവ എടുക്കണം. നന്നായി കഴുകി 4 മണിക്കൂർ കുതിരാൻ വെക്കണം. സെയിം കപ്പിന് 3 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കണം. ഇത് ലാപ്സി റവ സ്മോളാണ്, ഗോതമ്പ് നുറുക്ക്. സെയിം കപ്പിന് 3 കപ്പ് ഗോതമ്പ് നുറുക്കും എടുക്കണം. ഉലുവ നല്ലപോലെ കഴുകി 4 മണിക്കൂർ കുതിർത്തി വെച്ച ആ വെള്ളത്തോടു കൂടി തന്നെയാണ് കുക്കറിലേക്ക് ഒഴിച്ചത്. ചെറുപയർ പരിപ്പും ഗോതമ്പ് നുറുക്കും അപ്പോൾ ഇടുന്നത്. വേവാൻ ആവശ്യമായ വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി അടച്ച് വെക്കാം. 4 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കണം. സ്റ്റീം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. 1 മുറി തേങ്ങയും 1 സ്പൂൺ ജീരകവും മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. കഞ്ഞിയിൽ തേങ്ങ ഒഴിച്ചതിന് ശേഷം മിക്സി കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പാകത്തിന് ആക്കി വെച്ച് പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി തിളപ്പിക്കുക. അതിനുശേഷം നന്നായി തിളച്ചതിന് ശേഷം ഓഫാക്കുക. ഉലുവയുടെ കയ്പ്പ് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ശർക്കര ഇടും. എന്നാൽ ഈ കഞ്ഞിക്ക് തീരെ കയ്പ്പ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണിത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.